കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്, അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് എന്താ പറയുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ മുഴുവൻ ക്വസ്റ്റ്യൻസും എടുത്തു വെച്ചിട്ടുണ്ട്. പറ്റുന്ന പോലെ വീഡിയോൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് ഒരു കോർഡിനേറ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പോളിനോമിയൽസ് എന്ന് പറയുന്ന സംഭവം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഇക്വേഷൻ തരും അല്ലേ. പോളിനോമിയലിൽ ഒരു ഇക്വേഷൻ തരും. ഇവിടെ ഞാൻ 2x+1 എന്ന് പറയുന്ന ഇക്വേഷനാണ് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് എക്സിന് 0 ആകുമ്പോൾ പി ഓഫ് എക്സ് എന്താണ്, എക്സിന് 1 ആണെങ്കിൽ പി ഓഫ് എക്സ് എന്താണ്, ആ രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതേ സംഭവം വെച്ചിട്ട് കോർഡിനേറ്റ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x+1. അപ്പോൾ ഞാനിവിടെ എക്സിന് 0 എടുക്കുകയാണെങ്കിൽ പി ഓഫ് എക്സ് എന്തായിരിക്കും? പി ഓഫ് എക്സിനെ ഈ ചാപ്റ്ററിൽ നമ്മൾ y എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, y എന്തായിരിക്കും? 2 × 0 + 1 അല്ലേ. എക്സിൻ്റെ ഭാഗത്ത് ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എക്സിന് 0 ആണെങ്കിൽ 2 × 0 + 1 അഥവാ 0 + 1 1. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്തായിരിക്കും? 2 × 1 2 + 1 3. ഇനി എക്സിന് 2 കൊടുക്കാം. എക്സിന് 2 കൊടുക്കുമ്പോൾ y എന്തായിരിക്കും? 2 × 2 4 + 1 5. ഇനി എക്സിന് -1 കൊടുക്കുമ്പോൾ y എന്തായിരിക്കും? 2 × -1 അഥവാ -2 + 1 -1 അല്ലേ. 1 - 2 -1. ഇനി എക്സിന് -2 കൊടുക്കുമ്പോൾ y എന്തായിരിക്കും? 2 × -2 അഥവാ -4 + 1 അഥവാ -3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂസ് ഈ രീതിയിലാണ് വരുന്നത്. ഇതിന് നമ്മൾ കോർഡിനേറ്റ് ആക്കി എങ്ങനെ എഴുതണം? കോർഡിനേറ്റ് ആക്കി എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എക്സ് കോർഡിനേറ്റ് ആയിരിക്കണം, പിന്നെയാണ് നമ്മൾ വൈ കോർഡിനേറ്റ് എഴുതേണ്ടത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഏതൊരു പോയിന്റിനെയും അടയാളപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് ആക്കി എഴുതുന്നതെങ്കിൽ ഇവിടെ എക്സ് 0 ആണ്, അപ്പോൾ വൈക്ക് കിട്ടിയത് 1. ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് 3. എക്സിന് 2 കൊടുത്തപ്പോൾ y 5. എക്സ് -1 കൊടുത്തപ്പോൾ y -1. എക്സ് -2 കൊടുത്തപ്പോൾ y -3. ഇങ്ങനെയാണ് നമ്മുടെ കോർഡിനേറ്റ്സ് വരിക. ഈ രീതിയിലാണ് നമ്മൾ കോർഡിനേറ്റ്സ് എഴുതുക. ഓക്കെ, ഇനി ഈ കോർഡിനേറ്റ്സിനെ എങ്ങനെ ഒരു കോർഡിനേറ്റ് ആക്സിസിൽ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം കോർഡിനേറ്റ് ആക്സിസിനെ പറ്റി പഠിക്കുക. നമ്മൾ ഈ നീളത്തിലുള്ള വരനെ നമ്മൾ വേർട്ടിക്കൽ ലൈൻ എന്ന് പറയും. വേർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് y ആക്സിസ് ആണ്. ഓക്കെ, y ഡാഷ്. ഇങ്ങനെ വരുന്നതിനെ ഹൊറിസോണ്ടൽ എന്ന് പറയും. ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത് x ആക്സിസ് ആണ്. x ഡാഷ്. എന്തുകൊണ്ടാണ് x ഡാഷ് y ഡാഷ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? അവിടത്തേക്ക് വരുന്ന നമ്പേഴ്സൊക്കെ നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ എക്സ് വൈ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗത്തൊക്കെ നമ്പേഴ്സ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, വലത്തേക്കുള്ള എക്സ് ആക്സിസ് അഥവാ പോസിറ്റീവ് എക്സ് ആക്സിസ് 1 2 3 എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇടത്തേക്കുള്ള എക്സ് ആക്സിസ് അഥവാ നെഗറ്റീവ് എക്സ് ആക്സിസ് അതിനെയാണ് എക്സ് ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ -1 -2 -3 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് വൈ ആക്സിസിൻ്റെ കാര്യവും. മുകളിലേക്ക് പോസിറ്റീവ് ആയിരിക്കും, താഴേക്ക് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ഭാഗത്തിന് വൈ ഡാഷ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഡാഷ് മുകളിലാണ് ഇടേണ്ടത്, താഴല്ല കേട്ടോ. നമ്മളിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, വൈ ഡാഷ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ആക്സിസിൻ്റെ കാര്യം. നമുക്ക് കിട്ടിയ ഓരോ കോർഡിനേറ്റ്സും ഈ ആക്സിസിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഈ മിഡിലിൽ വരുന്ന സംഭവത്തെ നമ്മൾ ഒറിജിൻ എന്ന് പറയും. ഈ 2 ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റിനെ ഒറിജിൻ എന്ന് പറയും. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എപ്പോഴും 0,0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ y 1 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് 0 ആണ്, മിഡിലുള്ളതാണ് 0. അവിടെ എക്സും വൈയും 0 ആണ്, അതുകൊണ്ടാണ് 0 0 എന്ന് വരുന്നത് കേട്ടോ. നമ്മുടെ കോർഡിനേറ്റ്സ് എക്സും 0 ആണ്, വൈയും 0 ആണ്. അപ്പം 0,0. അപ്പം എക്സിന് 0 കൊടുക്കുമ്പോൾ y 1 വരുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ y ആക്സിസിൽ 1 വരുന്നു. ഇതാണ് ആ കോർഡിനേറ്റ് വരുന്ന പോയിന്റ്. അടുത്ത പോയിന്റ് നോക്കൂ. എക്സിന് 1 കൊടുക്കുമ്പോൾ y 3 വരുന്നു. അപ്പം എക്സിന് 1 കൊടുക്കുമ്പോൾ y 3 വരുന്നു. അപ്പം 1ന് നേരെ 3ക്ക് നേരെ ആയിട്ടൊരു പോയിന്റ് അടയാളപ്പെടുത്തുക, 1,3. എക്സിന് 2 കൊടുക്കുമ്പോൾ y 5 വരുന്നു. അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ y 5 എന്ന് പറയുമ്പം കുറച്ച് മുകളിലേക്ക് വരും.
നമ്മൾ ഇവിടെയൊക്കെ ആയിരിക്കും അല്ലേ 5 അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാൻ അങ്ങനെ 2,5. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിന് -1 കൊടുക്കുമ്പോൾ y -1 വരുന്നു. അപ്പോൾ എക്സ് ആക്സിസിൽ -1 കൊടുക്കുമ്പോൾ y -1 വരുന്നു. ഇതാണ് ആ പോയിന്റ്. -1, -1. എക്സിന് -2 കൊടുക്കുമ്പോൾ y -3 വരുന്നു. അപ്പോൾ എക്സിന് -2 കൊടുക്കുമ്പോൾ y -3. അപ്പോൾ -2ക്കും -3ക്കും നേരെയായിട്ടൊരു പോയിന്റ് അടയാളപ്പെടുത്താം. ഇതാണ് -2, -3 എന്ന് പറയുന്ന കോർഡിനേറ്റ് വരുന്ന പോയിന്റ്. ഇനി P(x) = 2x + 1 എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ ഇപ്പം അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ കോർഡിനേറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്യില്ലേ നമ്മൾ. ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഈ ലൈനെയാണ് നമ്മൾ P(x) = 2x + 1 എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്ന ലൈന്. ഓക്കെ, ഈ ലൈനാണ് P(x) = 2x + 1 എന്ന ഇക്വേഷൻ വരുന്ന ലൈനാണ് നമ്മളിപ്പോൾ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് സംഭവം. അപ്പോൾ ഒരു കോർഡിനേറ്റ്സ് തന്നാൽ അതെങ്ങനെ അടയാളപ്പെടുത്താമെന്നും ഒരു കോർഡിനേറ്റ് ഏത് രീതിയിൽ എഴുതണമെന്നും നമ്മൾ പഠിച്ചു. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഫോളോയിങ്. ആദ്യം ചോദിക്കുന്നത് ദ y കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ y കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് ആക്സിസിലെ ഓരോ പോയിന്റിലും y കോർഡിനേറ്റ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ പോയിന്റിന് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? എക്സ് ആക്സിസിലെ ഒരു പോയിന്റിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം എക്സ് കോർഡിനേറ്റ് 1 ആണ്, y കോർഡിനേറ്റ് ഇവിടെ 0 ആണ്. അപ്പോൾ 0. ഇനി ഈ പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 2 ആണ്, y കോർഡിനേറ്റ് 0 ആണ്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 3 ആണ്, y കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് ആക്സിസിൽ ഓരോ പോയിന്റിൻ്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും? ഓരോ പോയിന്റിൻ്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും? 0. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 0, y = 0. രണ്ടാമത്തെ ചോദ്യം ദ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദ y ആക്സിസ്. y ആക്സിസിലെ ഓരോ പോയിന്റിലും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? y ആക്സിസിലെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എക്സ് കോർഡിനേറ്റ് എഴുതണം 0, y കോർഡിനേറ്റ് ഇവിടെ 1. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം എക്സ് കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് 2. ഇവിടെ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്, y കോർഡിനേറ്റ് 3. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് y ആക്സിസിലെ ഓരോ പോയിന്റിലും എക്സ് കോർഡിനേറ്റ് എന്താണ് എന്നുള്ളതാണ്. എക്സ് കോർഡിനേറ്റ് എന്താണ്? 0. അപ്പോൾ ആൻസർ x = 0. ഇനി മൂന്നാമത്തെ ചോദ്യം ദ കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് 0,0 ആണ്. അപ്പോൾ 0,0. ഇനി അടുത്ത ചോദ്യം ദ y കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ത്രൂ ദ പോയിന്റ് 0,1. ചോദ്യം മനസ്സിലാകുന്നില്ല എന്നറിയാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 0,1 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ 0,1 ആണ്. അപ്പോൾ എന്താ അതിനർത്ഥം? എക്സ് കോർഡിനേറ്റ് 0 ആണ്, y കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആണ്, y കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ ഈ പോയിന്റ് ആണ് അല്ലേ. 0,1 എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. നമ്മളോട് ചോദിക്കുന്നത് the y coordinate of points on the line parallel to x axis through the point 0,1. x ആക്സിസിന് പാരലൽ ആയിട്ട് 0,1 എന്ന പോയിന്റിലൂടെ ഒരു ലൈൻ വരക്കുക. അതിൽ y കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് 0,1 എന്ന പോയിന്റിലൂടെ നമ്മളൊരു ലൈൻ വരക്കണം. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നത് ഈ ലൈനിലെ y കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഓരോ പോയിന്റിലും y കോർഡിനേറ്റ്സ് എന്തായിരിക്കും? അപ്പോൾ ഈ ലൈനിൽ നമ്മൾ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ y കോർഡിനേറ്റ് എന്തായിരിക്കും? 1 അല്ലേ. എക്സ് കോർഡിനേറ്റ് 1,1. ഇവിടെ എക്സ് കോർഡിനേറ്റ് 2, y കോർഡിനേറ്റ് 1. ഇവിടെ എക്സ് കോർഡിനേറ്റ് 3, y കോർഡിനേറ്റ് 1. അപ്പം എക്സ് ആക്സിസിനോട് പാരലലായിട്ട് 0,1 എന്ന പോയിന്റിലൂടെ വരക്കുന്ന ലൈന് y കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 1 അല്ലേ. അപ്പോൾ ഇതിന് ഈ ചോദ്യത്തിന് ആൻസർ എന്താണ്? y കോർഡിനേറ്റ് = 1. ഓക്കെ, അടുത്ത ചോദ്യം ദ എക്സ് കോർഡിനേറ്റ് ഓഫ് പോയിന്റ്സ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചോദ്യമാണ് കേട്ടോ. ദ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദ ലൈൻ പാരലൽ ടു ദ y ആക്സിസ് ത്രൂ ദ പോയിന്റ് 1,0. 1,0 എന്ന് പറയുന്ന പോയിന്റിലൂടെ y ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈൻ വരക്കുക. അതിൽ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ചോദ്യം കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ 1,0 എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. 1,0 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് 1ഉം
വൈ കോർഡിനേറ്റ് 0യും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 1ഉം വൈ കോർഡിനേറ്റ് 0യും വരുന്ന പോയിന്റ് ഇതായിരിക്കും അല്ലേ. അപ്പോൾ 1,0. അപ്പം വൈ ആക്സിസിന് പാരലായിട്ട് ഈ പോയിന്റിലൂടെ ഒരു ലൈൻ വരക്കണം. വൈ ആക്സിസിന് പാരലായിട്ട് ഈ പോയിന്റിലൂടെ ഒരു ലൈൻ വരക്കുക. ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ചോദിക്കുന്നത് ഇതിലെ ഓരോ പോയിന്റിലെയും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും. ഓക്കെ, ഈ ലൈനിലെ ഓരോ പോയിന്റിലും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം നമുക്ക് നോക്കാം. ഈ പോയിന്റ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 1 തന്നെയാണ്, വൈ കോർഡിനേറ്റ് 1. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 1 ആണ്, വൈ കോർഡിനേറ്റ് 2. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 1 തന്നെയാണ്, വൈ കോർഡിനേറ്റ് 3. അപ്പം വൈ ആക്സിസിനോട് പാരലായി 1,0 എന്ന പോയിന്റിലൂടെ വരക്കുന്ന ലൈനിലെ ഓരോ പോയിന്റിലും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും 1. ഓക്കെ, ആൻസർ എക്സ് കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു 1. ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വെർട്ടീസസ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഇൻ ദ പിക്ചർ. താഴെ തന്നിരിക്കുന്ന പിക്ചറിലെ റെക്റ്റാങ്കിളിൻ്റെ അടുത്ത 3 വെർട്ടീസസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് എക്സ് കോർഡിനേറ്റ് 4 ആണ്. അതിനർത്ഥം ഈ നേരെയുള്ള എക്സ് കോർഡിനേറ്റ് 4 ആണെന്നാണല്ലോ. അപ്പോൾ ഇത് 4 ആണെന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിന്നിലായിട്ട് 3, ഇവിടെ 2, ഇവിടെ 1 അങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോർഡിനേറ്റ് എന്തായിരിക്കും, ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് അഥവാ 0,0. ഓക്കെ, അപ്പോൾ ഇത് 4 ആണ്, അപ്പോൾ ഇത് 4,3. ഇനി എന്താ, നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 4,3 എന്ന് പറയുമ്പം വൈ കോർഡിനേറ്റ് 3 ആണെന്നാണല്ലോ അർത്ഥം. അപ്പോൾ വൈ കോർഡിനേറ്റ് 3 എന്ന് പറയുമ്പം ഈ ലെങ്ത്ത് 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ 2, ഇവിടെ 1 അങ്ങനെ വരും. ഇതാണ് നമ്മുടെ പിക്ചർ ശരിക്കും പറഞ്ഞാൽ. ഇത് എക്സ് കോർഡിനേറ്റ് ആയതുകൊണ്ട് എക്സ് ആക്സിസിൽ 4, ഇത് വൈ കോർഡിനേറ്റ് ആയതുകൊണ്ട് വൈ ആക്സിസിൽ 3. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് 4 കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ഇത് ഒറിജിൻ്റെ കോർഡിനേറ്റ് ആണ് 0,0. ഈ കോർഡിനേറ്റ് എന്തായിരിക്കും, ഇവിടെ എക്സ് കോർഡിനേറ്റ് 4 ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്, അപ്പോൾ 4,0. ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് 3 ആണ്, അപ്പോൾ 0,3. അപ്പോൾ ആ കോർഡിനേറ്റ്സ് ഏതാണ്, ഒന്ന് 0,0, പിന്നെ 4,0, പിന്നെ 0,3. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കോർഡിനേറ്റ്സ്. അടുത്ത ചോദ്യം, ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഇൻ ദ പിക്ചർ ബിലോ ആർ പാരലൽ ടു ദ ആക്സസ് ആൻഡ് ദ ഒറിജിൻ ഈസ് ദ മിഡ് പോയിന്റ് അഥവാ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് ഓഫ് ദ റെക്റ്റാങ്കിൾ. എന്താണ് പറയുന്നത്, ഈ റെക്റ്റാങ്കിളിൻ്റെ ഓരോ സൈഡ്സും ആക്സിസിനോട് പാരലലായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒറിജിൻ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ അതായത് 0,0 എന്നാണ് ഒറിജിൻ്റെ കോർഡിനേറ്റ്സ്, അത് ഈ റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിന്റ് ആയിട്ടാണ് വരിക. നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ 3 വെർട്ടീസസ് ഓഫ് ദ റെക്റ്റാങ്കിൾ. ഈ വെർട്ടീസസ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, ഈ വെർട്ടീസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, അതുപോലെ ഇതിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് മിഡ് പോയിന്റ് ആണെന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇതിലെ വൈ കോർഡിനേറ്റ് അഥവാ 2 അല്ലേ, 3,2 എന്ന് പറയുമ്പം എക്സ് ആക്സിസിൽ 3യും വൈ ആക്സിസിൽ 2 എന്നാണല്ലോ. ഈ ലെങ്ത്ത് 3 ആണ്, ഈ ലെങ്ത്ത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ലെങ്ത്താണ് താഴേക്കും ഉള്ളത്. അപ്പോൾ 0യിൽ നിന്ന് 2 ലെങ്ത്ത് താഴേക്ക് വരുമ്പോൾ ഇതെന്തായിരിക്കും, -2 അല്ലേ. ഈ ലെങ്ത്ത് -2, ഈ പോയിന്റ് -2 ആയിരിക്കും. ഇനി ഇങ്ങോട്ട് 3 ആണെങ്കിൽ ഇങ്ങോട്ട് എന്തായിരിക്കും, 0യിൽ നിന്ന് പിന്നിലേക്ക് 3 യൂണിറ്റ്സ് വരിക, ഇവിടെ -3 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് കണ്ടുപിടിച്ചാലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കോർഡിനേറ്റ്, ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ഇതിൻ്റെ കോർഡിനേറ്റ്സ്. ഇവിടെ എക്സ് ആക്സിസിൽ 3 ആണ്, വൈ ആക്സിസിൽ -2 ആണ്. അപ്പോൾ 3, -2. ഇവിടെ ആണെങ്കിൽ എക്സ് ആക്സിസിൽ -3 ആണ്, വൈ ആക്സിസിൽ -2 ആണ്. അപ്പോൾ -3, -2. ഇവിടെ ആണെങ്കിൽ എക്സ് ആക്സിസിൽ -3 ആണ്, വൈ ആക്സിസിൽ 2 ആണ്. അപ്പോൾ -3, 2. ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് വരുന്നത്. അടുത്ത ചോദ്യം, ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ താഴത്തെ സൈഡ് 4 ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും 4 ആയിരിക്കും, ഇതും 4 ആയിരിക്കും. നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടീസസ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, വളരെ എളുപ്പമാണ്. 2 കോർഡിനേറ്റ്സ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം.
ഇതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 0 ആണെന്ന്. അപ്പോൾ ഇതെന്തായിരിക്കും? ഒറിജിൻ ആയിരിക്കും. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് 0,0. ഇനി ഈ വെർട്ടീസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ആക്സിസിൽ 4 യൂണിറ്റ്സ് മുന്നോട്ട് പോകുന്നുണ്ട്, വൈ ആക്സിസിൽ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് ചെയ്താൽ എക്സ് കോർഡിനേറ്റ് 4 ആണ്, വൈ കോർഡിനേറ്റ് 0. അതായത് ഇവിടെ 4 എന്ന് പറയുന്ന ആ പോയിൻ്റ് ഉള്ളതെന്ന് അർത്ഥം. ഇവിടുന്ന് ഇവിടത്തേക്ക് 4 ലെങ്ത് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ 4,0 ആയിരിക്കും ഈ കോർഡിനേറ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു നമ്മുടെ ബേസിൽ നിന്ന് ഈ വെർട്ടീസിലേക്ക് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഓക്കെ, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. കാരണം ഒരു ട്രയാങ്കിളുടെ മുഴുവൻ ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡ് ഈക്വലാണ്, 3 ആംഗിൾസും ഈക്വലാണ്. അപ്പോൾ 180/3 അഥവാ 60 ഡിഗ്രി ആയിരിക്കും ഒരു ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും, ഇതും 60 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ മുഴുവനായിട്ടും 60 ഡിഗ്രി ആയിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ട്രിഗണോമെട്രിയിലെ ഒരു സംഭവമായിട്ട് മാച്ച് ആവുന്നില്ലേ? 30, 60, 90 അല്ലേ. ഇനി ഇത് മുഴുവനായിട്ട് 4 ആണെങ്കിൽ ഇത് പകുതിയാണല്ലോ അല്ലേ. ഈ ബേസിനെ നമ്മൾ നേരെ ഹാഫായിട്ട് വെട്ടിയിട്ടാണ് മുകളിലേക്ക് ലൈൻ വരച്ചത്. അപ്പം ഇത് 2 ആയിരിക്കും. ഓക്കെ, ഇതും 2. അങ്ങനെ അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വെർട്ടീസിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. 30, 60, 90. ഇതിൽ 90ൻ്റെ ഓപ്പോസിറ്റ് 4 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് റേഷ്യോ ഇതാ 30, 60, 90. 1:√3:2 എന്നുള്ളതാണ് റേഷ്യോ. നമുക്ക് തന്നിട്ടുള്ളത് 90ൻ്റെ ഓപ്പോസിറ്റ് 4. അപ്പോൾ 90ൻ്റെ ഓപ്പോസിറ്റ് 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? അതിൻ്റെ നേരെ പകുതി 2. ഇവിടെയോ 2 × √3, 2√3. അപ്പോൾ 30ൻ്റെ ഓപ്പോസിറ്റ് 2, 30ൻ്റെ ഓപ്പോസിറ്റ് 2 ആണ്. 60ൻ്റെ ഓപ്പോസിറ്റ് 2√3, 60ൻ്റെ ഓപ്പോസിറ്റ് 2√3. അപ്പം ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 2√3 ആണ്. ഇനി ഇവിടുത്തെ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് എഴുതണം. എക്സ് കോർഡിനേറ്റ് 2 ആണല്ലേ, ഇവിടെ 2 ആണ് പോയിന്റ് വരാം. ഇത് 4 ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി ഇവിടെ 2 ആയിരിക്കും. ഇത് 2 ആണ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നതാണ് 2√3. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? 2, 2√3. ഓക്കെ, അപ്പോൾ അടുത്തത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് റെക്റ്റാങ്കിൾ മാത്ത്. ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു 10th പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് 2 കോർഡിനേറ്റ്സ് തരും ഓപ്പോസിറ്റ് ഉള്ള x1, y1, x2, y2. ഓക്കെ, എന്നിട്ട് നമ്മളോട് ഈ 2 കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറയുക. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിനൊരു ട്രിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്പോസിറ്റ് വെർട്ടീസസ് തരുമ്പം ചില ക്വസ്റ്റ്യൻസിൽ തരിക നമ്മൾ ആക്സിസ് വരച്ചിട്ട് അടയാളപ്പെടുത്താനായിരിക്കും. അപ്പോൾ ആക്സിസ് വരച്ചിട്ട് അടയാളപ്പെടുത്താനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആക്സിസ് വരക്കും, എന്നിട്ട് x1 പോയിന്റ് ഈ കോർഡിനേറ്റ് അടയാളപ്പെടുത്തും, ഈ കോർഡിനേറ്റ് അടയാളപ്പെടുത്തും. ആ ടൈമിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഈ കോർഡിനേറ്റ് ഏതാണ്, ഈ കോർഡിനേറ്റ് ഏതാണെന്നുള്ളത് ആ ആക്സിസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിസ് വരക്കാതെ ഈ 2 പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് പറയുക. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷെ ഇതിന് ഏറ്റവും എളുപ്പത്തിലൊരു ട്രിക്ക് ഉണ്ട്. ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. എക്സ് മുകളിലേക്കും താഴേക്കും പോകും, വൈ സൈഡിലേക്കും, അതായത് 2 സൈഡിലേക്കും പോകും. ഓക്കെ, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകും, എക്സ് മുകളിലേക്കും താഴേക്കും വരും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക? ഈ കോർഡിനേറ്റാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ എക്സിനെ നേരെ താത്തിയിടുക, x1. വൈ സൈഡിലേക്കാണ് പോവുക, അപ്പോൾ ഈ വൈയെ സൈഡിലേക്ക് എടുക്കുക, y2. അപ്പോൾ ഈ കോർഡിനേറ്റ് x1, y2 ആയിരിക്കും. ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് മുകളിലേക്കും താഴേക്കും. ഓക്കെ, അപ്പോൾ എക്സ് മുകളിലേക്ക് പോവുക, x2. വൈ ആണ് സൈഡിലേക്ക് പോകാൻ പറ്റുക, അപ്പോൾ y1 ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ 2 കോർഡിനേറ്റ്സ് വരിക. അതായത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 കോർഡിനേറ്റ്സ് വരും, 2,1, 6,4. നമുക്കറിയുന്ന കാര്യം എക്സിനെ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാം, വൈനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഇവിടെയുള്ള എക്സിനെയും വൈനെയും നോക്കുകയാണെങ്കിൽ എക്സിനെ നമുക്ക് താഴേക്കോ മുകളിലേക്കോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ആവശ്യം താഴത്തെ കോർഡിനേറ്റ് ആണ്, നമ്മൾ എക്സിനെ താഴേക്ക് കൊണ്ടുവരാം. വൈ നമുക്ക് സൈഡിലേക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, 4. ഓക്കെ, അങ്ങനെ എവിടെയാണെങ്കിലും എക്സിനെ മുകളിലേക്കോ താഴേക്കോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സിനെ മുകളിലേക്ക് കൊണ്ടുപോകാം. വൈയെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ, ഇവിടെ റൈറ്റിലേക്കാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്, അപ്പോൾ 1. ഇങ്ങനെയാണ് നമ്മുടെ 2 കോർഡിനേറ്റ്സ് വരിക. ഇതാണ് സംഭവം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും.
അടുത്ത ചോദ്യം നമ്മളിപ്പോൾ പഠിച്ച കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓൾ ദീസ് റെക്ടാങ്കിൾസ് ഷോൺ ബിലോ ഹാവ് ദർ സൈഡ്സ് പാരലൽ ടു ദ ആക്സിസ്. അതായത് എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള സൈഡാണ് ഈ രണ്ട് സൈഡ്സ്, വൈ ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള സൈഡ്സ് ആണ് ഈ രണ്ട് സൈഡ്സ്. ആ രീതിയിലാണ് ഈ 3 റെക്ടാങ്കിൾസ് ഉള്ളത്. നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 2 വെർട്ടീസസ് ഓഫ് ഈച്ച്. ഈ ഓരോ പിക്ചറിൻ്റെയും അടുത്ത തരാത്ത 2 കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ആണെങ്കിൽ ഈ ഒരു കോർഡിനേറ്റും ഈ ഒരു കോർഡിനേറ്റും, ഇവിടെ ഈ ഒരു കോർഡിനേറ്റും ഈ ഒരു കോർഡിനേറ്റും, ഇവിടെ ഇതും ഇതും. വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ പഠിച്ച കൺസെപ്റ്റ് തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. എന്താണ് പഠിച്ചത്? എക്സിന് മുകളിലേക്കും താഴേക്കും പോകാം, വൈക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകാം. ഈ കാര്യം ആലോചിച്ച് നോക്കാം. ഇനി നമുക്ക് നോക്കാം ഒന്നാമത്തെ പിക്ചർ. ഓക്കെ, ഇതിൻ്റെ ആൻസറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ എക്സിന് എന്താവാം, മുകളിലേക്കും താഴേക്കും പോകാം. അപ്പോൾ ഇവിടെ എക്സിന് ഒന്നുകിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് താഴെയാണ് കോർഡിനേറ്റ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ താഴേക്ക് എടുക്കുന്നു 2. വൈക്ക് സൈഡിലേക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകാം. ഇവിടെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റത്തെ പോയിൻ്റാണ് അറിയാത്തത്. അപ്പം ലെഫ്റ്റിലെ വൈ കോർഡിനേറ്റ് 4 ആണ്. ഓക്കെ, ഇവിടെയുള്ള എക്സിനെ എക്സ് ആയിട്ട് തന്നെ എടുക്കണം, ഇവിടെയുള്ള വൈനെ വൈ ആയിട്ട് തന്നെ എടുക്കണം. എവിടത്തേക്കാണോ എടുക്കുന്നത് അവിടുത്തെ വൈ കോർഡിനേറ്റ് ആയിരിക്കും ഇവിടുത്തെ വൈ കോർഡിനേറ്റ്. എവിടത്തേക്കാണോ എടുക്കുന്നത് അവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ഇവിടുത്തെ നമ്മൾ എടുക്കുന്ന എക്സ് കോർഡിനേറ്റ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിന് മുകളിലേക്കോ താഴേക്കോ പോകാം. അപ്പോൾ ഇത് നമ്മൾ മുകളിലേക്ക് എടുക്കുക -2. ഇനി വൈക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകാം. ഇവിടെ റൈറ്റിലേക്കാണ് ആവശ്യം. അപ്പോൾ 3. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സ് എന്താണ്? -2,4ഉം 2,3ഉം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിന് മുകളിലേക്കോ താഴേക്കോ പോകാം. അപ്പോൾ ഇവിടെ താഴേക്ക് എടുക്കുന്നു -1. വൈക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകാം. ഇവിടെ റൈറ്റിലാണ് ഇല്ലാത്തത്, അപ്പോൾ -2. ഓക്കെ, ഇനി എക്സിന് മുകളിലേക്കോ താഴേക്ക് പോകാം. അപ്പോൾ ഇതിന് മുകളിലേക്ക് എടുക്കുന്നു 2. വൈക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകാം. ലെഫ്റ്റിലേക്ക് എടുക്കുന്നു -4. ഓക്കെ, എക്സിന് മുകളിലേക്കോ താഴേക്കോ പോകാം. മുകളിലേക്ക് എടുക്കുന്നു -1. വൈക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകാം. ഇതിന് നമ്മൾ റൈറ്റിലേക്ക് എടുക്കുന്നു 3. എക്സിന് താഴേക്ക് വരാം, വൈക്ക് ലെഫ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത 2 കോർഡിനേറ്റ്സും കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത 2 കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ -2,4ഉം 2,3ഉം. ഈ ഫിഗറിൻ്റെ ആണെങ്കിൽ 2, -2, -1, -4. ഈ ഫിഗറിലാണെങ്കിൽ -1,6ഉം 2,3ഉം. ഈ രീതിയിലാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെങ്ത് ആൻഡ് ഡിസ്റ്റൻസസ് എന്ന ടോപ്പിക്കാണ്. വളരെ എളുപ്പമായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഒരു 2 കോർഡിനേറ്റ്സ് x1, y1, x2, y2 ഇങ്ങനെയുള്ള 2 കോർഡിനേറ്റ്സ്. ഈ 2 കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ പഠിച്ചിരിക്കണം. ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? d is equal to √x2 - x1 whole square plus y2 - y1 whole square. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അതേ സ്ഥാനത്ത് ഇതിപ്പം ഞാനൊരു ഉദാഹരണത്തിന് 2,3, 5,6 എന്ന് പറയുന്ന 2 കോർഡിനേറ്റ്സ് എടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഈ 2 കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുക. d is equal to √x2 - x1 whole square plus y2 - y1 whole square. തന്നിരിക്കുന്നതിൽ ഒന്നിനെ x1, y1 എന്നും അടുത്തതിന് x2, y2 എന്നും എടുക്കുക. എന്നിട്ട് നമ്മളത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. x2 ആയിട്ട് എടുത്തിരിക്കുന്നത് 5 ആണ്, -x1 2 ആണ്, അപ്പോൾ 2² പ്ലസ് y2 6 ആണ്, -y1 എന്ന് പറയുമ്പോൾ 3 ആണ്, അപ്പം സ്ക്വയർ എടുക്കുക. ഇനി ആൻസർ എന്തായിരിക്കും? 5 - 2 3, 3² പ്ലസ് 6 - 3 3, 3². അപ്പോൾ ആൻസർ √18 ആയിരിക്കും. 9 + 9 √18 ആയിരിക്കും ആൻസർ വരുന്നത്. ഇനി ഇതേ സ്ഥാനത്ത് നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ് ഒറിജിനാണ്, കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ ആണെന്ന് വിചാരിക്കുക. അതായത് 0,0. എന്നിട്ട് അടുത്ത കോർഡിനേറ്റ് നമ്മൾ XY എന്തെങ്കിലും ഒരു നമ്പേഴ്സ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതേ ഇക്വേഷനിൽ നമുക്കിപ്പോൾ ഇത് ഇട്ട് നോക്കുകയാണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റ് വരുന്നതെന്നുള്ളത്.
അപ്പോൾ x2 - x1 എന്നാണ്. അപ്പോൾ ഞാൻ ഇതിനെ x1 y1 എന്നും ഇതിനെ x2 y2 എന്നും എടുക്കുകയാണേ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? x - 0 the whole square plus y - 0 the whole square. അതെന്തായിരിക്കും? x - 0 എന്ന് പറയുമ്പോൾ എക്സ്, അപ്പോൾ x² + y². അപ്പോൾ നമ്മൾ ഒറിജിനും ഒരു കോർഡിനേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ആ എക്സ്ട്രാ നമുക്ക് തന്നിട്ടുള്ള കോർഡിനേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ നമ്പേഴ്സ് മാത്രം സ്ക്വയർ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതല്ല 2 കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിലാണ് നമ്മൾ x2 - x1 whole square plus y2 - y1 whole square എന്നുള്ള ഫോമുല ഉപയോഗിക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ് 0,0 2,3. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം? ജസ്റ്റ് d = നമ്മൾ ആ ഒരു ഒറിജിൻ്റെ കോർഡിനേറ്റിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്ത കോർഡിനേറ്റ് മാത്രം എടുക്കുക, അതിനെ x y എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അതൊരു നമ്മുടെ റൂട്ടിൽ 2² + 3². അപ്പോൾ എന്തായിരിക്കും? 2² 4 + 3² 9. അപ്പോൾ റൂട്ട് 13 ആയിരിക്കും ആൻസർ വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ആൻഡ് ദ ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഇൻ ദ പിക്ചർ ബിലോ. താഴെ തന്നിരിക്കുന്ന പിക്ചറിലെ ക്വാഡ്രിലാറ്ററലിലെ സൈഡ്സിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ഡയഗണൽസിൻ്റെ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഡയഗണൽസ് എന്ന് പറയുമ്പോൾ എളുപ്പമാണ്, ജസ്റ്റ് ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരക്കുക. ഇതാണ് ഒരു ഡയഗണൽ. പിന്നെ ഈ കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ഒരു ലൈൻ വരക്കുക. ഇതാണ് അടുത്ത ഡയഗണൽ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ 4 സൈഡ്സിൻ്റെ ലെങ്ത്ത്, പിന്നെ ഈ ഡയഗണൽസിൻ്റെ ലെങ്ത്ത്, ഇതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ക്വാഡ്രിലാറ്ററലിന് ഒരു പേരിട്ട് കൊടുക്കാം. A B C D എന്ന് നമ്മൾ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എ ബിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഡിസ്റ്റൻസ് = AB എന്നാണ് ഞാൻ എഴുതുന്നത്. AB = √, നമുക്കറിയാം x2 - x1 whole square plus y2 - y1 whole square എന്നുള്ളതാണ്. നമ്മളിതിൽ ഏതെങ്കിലും ഒന്നിന് x1 y1 എന്നും x2 y2 എന്നും എടുക്കാം. അപ്പോൾ ഞാനിവിടെ -3, -2നെ x1 y1 എന്നും -3, 1നെ x2 y2 എന്നും എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആൻസർ ചെയ്യുക. അതായത് x2 - x1 whole square, അപ്പോൾ -3 -3 whole square പ്ലസ് y2 1 ആണ്, ഇത് -2 ആണ്. അപ്പം 1 - -2 whole square, കാരണം ഇക്വേഷനിൽ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അതുകൂടാതെ ഈ നമ്പർ -2 ആണ്, അപ്പോൾ അതുകൊണ്ട് 2 മൈനസ് വരും. ഓക്കെ, അപ്പോൾ -3 - -3 എന്ന് പറയുമ്പം -3 + 3 3 - 3 0 അല്ലേ? അപ്പോൾ ഇവിടെ 0² വരിക. പ്ലസ് 1 - -2 എന്ന് പറയുമ്പം 1 + 2 3 3². എത്രയാണ് ആൻസർ വരുന്നത്? 3² 9. അപ്പോൾ √9 എന്ന് പറയുമ്പം 3 മീറ്റർ ആണോ യൂണിറ്റ്സ് ഒന്നും പറയുന്നില്ലല്ലോ ഇവിടെ, ക്വസ്റ്റ്യനിൽ മീറ്റർ ആണോന്നൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂണിറ്റ്സ് എന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 3 യൂണിറ്റ്സ് ആയിരിക്കും എ ബിൻ്റെ ലെങ്ത്ത്. ഇനി ഇവൻ്റെ എടുക്കുക, നമ്മൾ എ ഡിൻ്റെ എടുക്കുക. ഓക്കെ, എ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ആ 2 കോർഡിനേറ്റ് എടുക്കുകയാണ്. -3 1നെ ഞാനിവിടെ x1 y1 ആയിട്ടും 0,0നെ x2 y2 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒറിജിനാണ് ഒരു കോർഡിനേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക, √x² + y² എന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ x y എന്ന് എടുത്താൽ മതി. അപ്പോൾ എന്തായിരിക്കും? -3² + 1². -3² 3² ആണെങ്കിലും 9 ആണ്, 1² എന്താണ്? 1. അപ്പോൾ 10 ആയിരിക്കും, √10 ആയിരിക്കും ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ √10 യൂണിറ്റ്സ്. ഓക്കെ, ഇനി ഈ സൈഡ് നോക്കുകയാണെങ്കിൽ DC. ഓക്കെ, അപ്പോൾ DC = നമുക്ക് ആദ്യം കോർഡിനേറ്റ് എടുക്കാം. 0,0നെ നമ്മൾ എന്തെടുക്കുന്നു? ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? പിന്നെ 1, -2നെ x, y എന്ന് എടുക്കുക. ഒറിജിൻ വരുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് x² + y² ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും? 1² + -2². 1² 1 ആണ്, -2² ആയാലും 2² ആയാലും 4 ആണ്. അപ്പോൾ 1 + 4 √5. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് √5 യൂണിറ്റ്സ് ആയിരിക്കും. അടുത്തത് നമുക്ക് BC എടുക്കാം. ഓക്കെ, BC എന്ന് പറയുമ്പം നമുക്ക് ഇതിനെ -3 -2 എന്നുള്ളതിനെ x1 y1 എന്ന് എടുക്കാം. 1 - 2 എന്നുള്ളതിനെ x2 y2 എന്നും എടുക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. x2 - x1 whole square എന്നാണ്. അപ്പം 1 - -3, കാരണം -3 എന്നുള്ളൊരു നമ്പർ ഉണ്ട്, അത് കൂടാതെ നമ്മുടെ ഇക്വേഷനിലും ഒരു മൈനസ് ഉണ്ട്.
അപ്പം x2 1 ആണ്, മൈനസ് x1 -3 ആണ്, ഹോൾ സ്ക്വയർ പ്ലസ് y2 -2 ആണ്, മൈനസ് y1 -2 ആണ്, ഹോൾ സ്ക്വയർ. അപ്പം എന്തായിരിക്കും 1 മൈനസ് -3 എന്ന് പറയുമ്പോൾ 1 + 3 4 സ്ക്വയർ പ്ലസ് -2 + 2 അല്ലേ, മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ -2 + 2 എന്ന് പറയുമ്പം 0 ആണ്. അപ്പോൾ 0ൻ്റെ സ്ക്വയർ എന്തായിരിക്കും 4 സ്ക്വയർ √16 4 ആയിരിക്കും ആൻസർ വരാം. അപ്പം ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആയിരിക്കും. ഇത് 2 ഡയഗണൽസ് എന്ന് പറയുമ്പോൾ ഒന്ന് AC ആണ്. അപ്പോൾ ഫസ്റ്റ് AC കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ -3 1 എന്നുള്ളതിനെ x1 y1 എന്നും, അതുപോലെ തന്നെ 1 -2 എന്നുള്ളതിനെ x2 y2 എന്ന് എടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് റൂട്ടിൽ x2 - x1 ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പം 1 മൈനസ് x1 -3 ആണ്, ഹോൾ സ്ക്വയർ പ്ലസ് y2 -2 ആണ്, മൈനസ് y1 1 ആണ്, ഹോൾ സ്ക്വയർ. 1 മൈനസ് -3 എന്ന് പറയുമ്പോൾ 1 + 3 4 ആണ്, 4 സ്ക്വയർ പ്ലസ് -2 -1 -3 ആണ്, -3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 4 സ്ക്വയർ 16 ആണ്, പ്ലസ് 9 16 + 9 എത്രയാണ് 25. അപ്പോൾ √25 അഥവാ 5 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഡയഗണലിൻ്റെ ലെങ്ത്ത് 5 യൂണിറ്റ്സ് ആണ്. ഇനി അടുത്ത ഈ ഡയഗണലിൻ്റെയും കൂടി കണ്ടുപിടിച്ചാൽ ആൻസർ കംപ്ലീറ്റ് ആവും, BD. അപ്പോൾ ഇതിൽ -3, -2ന് ഞാൻ x1 y1 എന്നും, അതുപോലെ 0,0നെ ഞാൻ x2 y2 എന്നും എടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എടുക്കുന്ന കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യാം, x² + y². അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഒറിജിൻ അല്ലാത്ത മറ്റേ കോർഡിനേറ്റിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. -3² + -2². 3ൻ്റെ സ്ക്വയർ 9 ആണ്, -2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ √13. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗണലിൻ്റെത് √13 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് 2,1 3,4 -3,6 വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. 2,1 3,4 -3,6 ഈ 3 കോർഡിനേറ്റ്സിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കിട്ടുക എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പോയിന്റ്സിനെ ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. 2,1 എന്ന് പറയുമ്പം x കോർഡിനേറ്റ് 2 ആണ്, y കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ ഇവിടെയാണ് വരിക അല്ലേ. ഓക്കെ, 1ന് നേരെ 2ക്ക് നേരെ, അപ്പോൾ 2,1. 3,4 എന്ന് പറയുമ്പം x കോർഡിനേറ്റ് 3 ആണ്, y കോർഡിനേറ്റ് 4 ആണ്. അപ്പോൾ 3ക്ക് നേരെ 4ന് നേരായിട്ട് ഇവിടെയാണ് വരിക, 3,4. -3,6 എന്ന് പറയുമ്പം x കോർഡിനേറ്റ് -3 ആണ്, y കോർഡിനേറ്റ് 6 ആണ്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു പോയിന്റ് വരുന്നത്, -3,6. ഇതിനെ നമുക്കൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഇവിടെ ഫോം ചെയ്ത് വരുന്നത് അല്ലേ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി, ഇങ്ങനെ നോക്കുമ്പം ഇത് 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ആംഗിളാണ്, ഇത് ഹൈപ്പോട്ടനസ് ആണ്. ആ രീതിയിൽ നമുക്ക് ഏകദേശം പിക്ചർ മാത്രം ശരിയാവുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ പൈത്തഗോറസ് തിയറം പ്രൂവ് ചെയ്യണം അല്ലേ. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബേസ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ ട്രയാങ്കിളിന് ഒരു പേരിടാം, ABC എന്ന് പേരിടാം. ഓക്കെ, ABC. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് AB ആണ്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് BC ആണ്, ഹൈപ്പോട്ടനസ് AC ആണ്. അപ്പോൾ AB² + BC² AC² ആവുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ABൻ്റെതും BCൻ്റെതും ACൻ്റെതും ലെങ്ത്ത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ABൻ്റെ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാൻ 2,1നെ x1 y1 എന്നും 3,4നെ x2 y2 എന്നും എടുത്തുകൊണ്ട് നമുക്ക് ABൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എന്തായിരിക്കും √x2 - x1, അപ്പോൾ 3 - 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1, ഇത് y1 ആണ്, അപ്പോൾ 4 - 1. അപ്പോൾ എന്താ വരിക, 3 - 2 എന്ന് പറയുന്നത് 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1. 4 - 1 എന്ന് പറയുന്നത് 3 ആണ്, 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ 1 + 9 10. അപ്പോൾ √10 എന്നാണ് വരിക. ABൻ്റെത് √10 ആണ്, √10 യൂണിറ്റ്സ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി BCൻ്റെ ലെങ്ത്ത് എടുക്കാം. BCൻ്റെ എടുക്കുമ്പോൾ ഞാൻ
-3,6നെ x1 y1 എന്നും 3,4നെ x2 y2 എന്നും എടുക്കുന്നുണ്ട്. ബി സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ √(x2 - x1). അപ്പം 3 - x1 -3 ആണ്, -3 ഹോൾ സ്ക്വയർ പ്ലസ് y2 4 ആണ്, y1 6, 4 - 6 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 3 - -3 അഥവാ 3 + 3. 3 + 3 എന്ന് പറയുന്നത് എന്താണ്? 6. 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് 4 - 6 എന്ന് പറയുന്നത് -2 ആയിരിക്കും. -2ൻ്റെ സ്ക്വയർ 4. അപ്പം √14 എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബി സിൻ്റെ ലെങ്ത്ത് √14 യൂണിറ്റ്സ്. ഇനി നമുക്ക് എ സിൻ്റെ ലെങ്ത്തും കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ എ സിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2,1നെ x1 y1 എന്നും അതുപോലെ -3,6നെ x2 y2 എന്നും എടുക്കുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് എ സി. എ സിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എ സി √(x2 - 3 ആണ്, -x1 2 ആണ്, പ്ലസ് y2 6 ആണ്, y1 1 ആണ്, 6 - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? -3 - 2 -5. -5ൻ്റെ സ്ക്വയർ 25. 6 - 1 എന്ന് പറയുന്നത് 5. 5ൻ്റെ സ്ക്വയർ 25. ആൻസർ വരാം 25 + 25 √50. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AB² + BC² = AC² എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? AB² + BC² = AC². AB² എന്ന് പറയുമ്പം √10ൻ്റെ സ്ക്വയർ പ്ലസ് BC² എന്ന് പറയുമ്പം √14ൻ്റെ സ്ക്വയർ = AC² എന്ന് പറയുമ്പം √15ൻ്റെ സ്ക്വയർ. ഓക്കെ, √10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം റൂട്ടും സ്ക്വയറും കട്ടാവും 10. √14ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം റൂട്ടും സ്ക്വയറും കട്ടാവും 40. √15ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം റൂട്ടും സ്ക്വയറും കട്ടാവും 50. അപ്പോൾ 40 + 10 എന്ന് പറയുന്നത് 50 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, സോ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കിട്ടുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഫൈനലായിട്ട് ഹെൻസ് പ്രൂവ്ഡ് എന്നും കൂടി എഴുതി കൊടുക്കുക. ഓക്കെ, നമ്മുടെ ആൻസർ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മുഴുവൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അടുത്തത് ഏത് ചാപ്റ്റർ വേണമെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.